ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും എന്താ നമ്മൾ രാവിലെ എണീറ്റ് വന്ന് പൂക്കളം ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ രാവിലത്തെ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം തന്നെ പൂക്കളം ഇടുന്ന ഒരു കാഴ്ചയാണ് അല്ലേ കാണിക്കുന്നത്. കാരണം നമ്മൾ കുറച്ച് ദിവസമല്ലേ ഇനി പൂവൊക്കെ ഇടുകയുള്ളൂ. അതിപ്പോൾ വർഷത്തിൽ ഇത് കുറച്ച് ദിവസമല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പൂക്കളം ഇടുന്നത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ചിട്ടിക്കുട്ടിയും കൂടെ രാവിലെ തന്നെ അത് ആ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി പുതിയ ചാണകമൊക്കെ എടുത്തിട്ട് വന്ന് മെഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും ചിട്ടിയും കൂടിയിട്ടാണ് കേട്ടോ പൂക്കളം ഇടുന്നത്. ഏട്ടൻ പൂക്കളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ട് തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ നിന്ന് ഇരുന്നും ഒക്കെ പൂവിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ റോസിൻ്റെ കുട്ടിയും കൂടെ ഇങ്ങനെ കാവൽ കിടക്കുന്നുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നും പറഞ്ഞ് നോക്കാനായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവരിങ്ങനെ ഞങ്ങളെ നോക്കിയിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചാരുമോള് അവിടെ ഉമ്മറത്ത് ഇരുന്നിട്ട് അവൾ ഇത്തിരി മടിച്ചിക്കോതയാണ് കേട്ടോ. രാവിലെ എണീറ്റ് ഇത്തിരി മടിയാണ് ആൾക്ക്. പെട്ടെന്ന് അങ്ങനെ പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാം, നിങ്ങൾ പൂക്കളം ഇട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ശരി, എന്നാൽ പിന്നെ ഞാൻ ചിട്ടിക്കുട്ടി ഒറ്റയ്ക്ക് ഇടണ്ടേ എന്നും വിചാരിച്ചിട്ട് ഞാനും അങ്ങനെ കൂടിയതാണ്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് രണ്ടുപേർക്കും നമ്മുടെ സ്കൂളിൽ ഓണപ്പരിപാടിയാണ് കേട്ടോ. അതായത് സ്കൂൾ അടയ്ക്കാൻ പോവല്ലേ. അപ്പോൾ ഈ ഓണപ്പരീക്ഷൻ്റെ കഴിഞ്ഞതിൻ്റെ അവസാന ദിവസമാണ്. ഇപ്പോൾ ഓണസദ്യയും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിട്ടിക്കുട്ടിയാണെങ്കിൽ തിരുവാതിര കളിക്കൊക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു ചിട്ടിക്കുട്ടീൻ്റെ സ്കൂളിൽ. ചാരുമോൾക്ക് ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. അതൊക്കെ കഴിച്ചിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ചിട്ടി പ്രൈവറ്റ് സ്കൂൾ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഓണസദ്യയൊന്നുമില്ല. പായസം ഉണ്ടായിരുന്നു, അല്ലാതെ സദ്യയൊന്നുമില്ല കേട്ടോ. പിന്നെ ഓണപ്പരിപാടികൾ എന്ന് പറഞ്ഞിട്ട് കുറേ ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇലയും പൂവൊക്കെ പറിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ പൂക്കളും അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓടിപ്പാഞ്ഞ് വന്നതാ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കണം. അതാവുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. മാവൊന്നും ഇല്ല കേട്ടോ, അരച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി. പിള്ളേരൊക്കെ അതാ ഓരോരുത്തരും കുളി കഴിഞ്ഞ് വരുന്നുണ്ട്, റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ രണ്ടാൾക്കും പോകണം. പിന്നെ അതാ അടുപ്പത്ത് നമ്മൾ ജീരക വെള്ളം വെച്ചിട്ടുണ്ട് മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇന്ന് ഓണപ്പരിപാടി ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും മക്കളും കൂടെ അതാ ഉപ്പുമാവ് കഴിക്കൽ തിരക്കാണ്. അപ്പോൾ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഏട്ടനും കൊടുത്തു. കാരണം ഇന്ന് ഇവിടെ വീട്ടിൽ കുറേ പണികളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ അടിക്കണം. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ആൾക്കും വേഗം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വേഗം ആ പണിക്ക് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ ഒരാൾ വന്നിട്ടുണ്ട്, നമ്മുടെ നയനക്കുട്ടി വന്നിട്ടുണ്ട്. ചിട്ടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവൾ ക്ലാസ്സിൽ പോകുമ്പോൾ എപ്പോഴും ഇവളെ വിളിച്ചിട്ട് തന്നെ പോവുള്ളൂ. പോവാണ് നല്ല ഫ്രണ്ടാണ്. അങ്ങനെ ദാ നയനക്കുട്ടിയും നമ്മുടെ ചിട്ടിയും ഇവിടെ സ്കൂളിലേക്ക് പോവാണ്. ഇപ്പോൾ അല്ലെങ്കിൽ ചാരു ഉണ്ടാവും കേട്ടോ. ചാരു ഇപ്പോൾ സ്കൂൾ മാറിയതുകൊണ്ട് ഇപ്പോൾ ഇവരുടെ കൂടെ ഇല്ല. അപ്പോൾ ചിട്ടിക്കുട്ടി പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് നല്ല ചുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ ആൾ. അങ്ങനെ ആൾ സ്കൂളിലേക്ക് പോയി. ഞാൻ പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ടാണ്. അപ്പോൾ രണ്ടുപേരും ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ രണ്ടുപേരെയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവരെ വിട്ടാക്കി. പിന്നെ ഒരു 9 മണിക്ക് ശേഷം എന്താ അവിടെ അടുത്ത ആൾ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് എനിക്ക് വയ്യ ബസ്സിൽ കയറി പോകാനായിട്ട്, ചവിട്ടും കുത്തും തിരക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനെ സോപ്പിട്ടിട്ട് അച്ഛനെ കൊണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് എനിക്ക് ബസ്സിൽ പോകാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട്, ജലദോഷവും ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ അച്ഛൻ ശരി എന്നാൽ ഞാൻ കൊണ്ടാക്കാമെന്നും പറഞ്ഞ് അടുത്ത ആളിനെ സ്കൂളിൽ കൊണ്ടാക്കാനും പോയി. അപ്പോൾ ആൾക്ക് മുടിയൊക്കെ വെട്ടണം എന്ന് പറഞ്ഞു ഏട്ടന്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ആൾ പോയതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലെ പണികൾ, പാത്രം കഴുകലും മുറ്റം അടിച്ച് വാരലും പറഞ്ഞ പോലെയൊക്കെ അതെല്ലാം ചെയ്തു. പിന്നെ ചോറിന് വെള്ളം വെച്ചു. ഉച്ചത്തേക്ക് ചോറിന് അരി ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അടുപ്പൊക്കെ കത്തിച്ച് ചോറിന് അരി ഇടാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പണിയെടുത്ത് നടുവൊടിഞ്ഞു കേട്ടോ. രണ്ടാളും അങ്ങനെ തന്നെയാണ്. ഏട്ടനും ഇന്ന് നല്ലവണ്ണം പണിയെടുത്തു. വീട്ടിൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ അറിയാമല്ലോ, നല്ല വൃത്തിയാക്കാനുണ്ടാവും. പിന്നെ എനിക്ക് അവിടെ നിന്ന്
എടുക്കലും മാറ്റലും പറഞ്ഞ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയൊക്കെ 1-2 ആഴ്ച മുമ്പൊക്കെ വൃത്തിയാക്കിയതാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയും ഞാൻ ഇങ്ങനെ മാറാല കാണുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി വിട്ടുട്ടാ. എന്നാലും ഉണ്ട്, കാര്യമായിട്ടില്ല, എന്നാലും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. പൊടിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. അത് ഓട് വീടായതുകൊണ്ട് തന്നെ പൊടിയും ചപ്പലൊക്കെ വീഴും കേട്ടോ. ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചപ്പ് ചവറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീഴാറുണ്ട്. അപ്പം അതുപോലെ പൊടിയും കാര്യങ്ങളും, പിന്നെ എന്താണ് മാറാല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി കൊടുക്കണം പെയിൻ്റ് അടിക്കാൻ വരുമ്പോഴത്തേക്കും. അപ്പോൾ അതവിടെ ആൾ ഉമ്മർത്ത് നമ്മളെ ചുമരിൽ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചല്ലുള്ളൂ, അതൊക്കെ ഒരു ചാക്കിനകത്താക്കിയിട്ട് ഇവിടെ ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മർത്ത് ഇട്ട കർട്ടനൊക്കെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാം അഴിച്ച് മാറ്റി കഴുകാനായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പെയിൻ്റ് അടിക്കുന്നില്ല, അടിച്ചാൽ തുടങ്ങണുള്ളൂ. അപ്പോൾ ഷർട്ടൊക്കെ കൊണ്ടുപോയി കൊടുത്തതാണ് കേട്ടോ. എന്നും ഷർട്ട് ഇടാണ്ടാണ് ക്യാമറൻ്റെ മുമ്പിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയും, ഷർട്ട് ഇടാതെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം ഒരു കോട്ട അടിച്ചതാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെ പൊള്ളി നിൽക്കണ പോലെ ഉണ്ട്. ഒരവിടെ ഇങ്ങനെ പേർത്തിയപ്പോൾ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ഷീറ്റ് വരുന്ന പോലെ വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ മൺചുമരാണല്ലോ, ആ പെയിൻറ്റ് അടിച്ചടിച്ച് അങ്ങനെ കനമായിട്ടാണ് തോന്നുന്നു കേട്ടോ ആ പൊള്ളി നിൽക്കണം. ഇപ്പോൾ ഒരു 3-4 വർഷമായി പെയിൻ്റ് അടിക്കില്ല. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊരു 1.5 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ പെയിൻ്റ് അടിക്കും കേട്ടോ. ഇപ്പം 2-3 വർഷമായിട്ട് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കിയാലും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും ഈ വീട് ഇപ്പോൾ 1-2 മാസം വൃത്തിയായി കിടക്കും. അത് കഴിഞ്ഞാൽ മക്കൾ ഇപ്പോൾ ചുമരിൽ കുത്തിവരകളൊക്കെ അധികം അങ്ങനെയില്ല. എന്നാലും പിള്ളേരുടെ റൂമിലൊക്കെ ചിട്ടിക്കുട്ടി ഇങ്ങനെ അവിടെ കണ്ടവിടെയൊക്കെ എന്താണ് സ്കെച്ചും ഇതൊക്കെ വെച്ചിട്ട് അവൾ ഇങ്ങനെ വരച്ച് കൂട്ടും കേട്ടോ. ഉമ്മറത്തൊക്കെ പിന്നെ എന്നെ പേടിച്ചിട്ട് അവൾ വരയ്ക്കലൊക്കെ നിർത്തി. അപ്പോൾ വരയ്ക്കുന്നത് ഒരു വശം, പിന്നെ ആണെങ്കിൽ നമ്മളെ എന്താ പറയുക, ഓട്ടയാവും തന്നെ. ഇത് എന്തൊക്കെയോ ഈ കടന്നൽ പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് വന്നിട്ട് ഇങ്ങനെ ചുമരിനെ ഓട്ടയാക്കിയിട്ട് അതിങ്ങനെ ചെറിയൊരു ഓട്ട കണ്ടാൽ പിന്നെ അതിനകത്ത് ഇട്ട് പെൻസിൽ എന്തെങ്കിലും ഇട്ടിട്ട് കുത്തി വരകലാണ് കേട്ടോ ആ ചിട്ടിക്കുട്ടിൻ്റെ മെയിൻ പണി. അവളിങ്ങനെ ചെറിയൊരു ഓട്ട കണ്ടാൽ പിന്നെ അതിൻ്റെ പുറകിലായിരിക്കും നോണ്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ അവസാനം അവിടെ ഒരു വലിയൊരു കുഴിയാക്കി വയ്ക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇതാകണില്ല. അങ്ങനെ ഏട്ടാ അവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പെയിൻറ്റ് ചുരണ്ടും പെയിൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തലയിലൊക്കെ കെട്ടിയിരിക്കുകയാണ് കേട്ടോ. തലയിലൊക്കെ വീണാലോ എന്നും പറഞ്ഞിട്ട് ഞാനങ്ങനെ കെട്ടി വെച്ചതാണ്. അപ്പോൾ ചോറൊക്കെ വെന്തു. പിന്നെ ഞാൻ മുതിര ഉണ്ടല്ലോ കൊള്ള്, അത് കുക്കറിനകത്ത് വേവിച്ചിട്ട് പിന്നെ അടുപ്പിൽ കൊണ്ട് വെച്ചു കേട്ടോ വേവിക്കാനായിട്ട്. ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. മുതിരയും കൊള്ളും മുതിരയും ഒന്ന് തന്നെ അല്ലേ. കുമ്പളങ്ങി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ ചാറ് കൂട്ടാൻ അതാണ്. അപ്പോൾ ഉപ്പേരി വെക്കാൻ പറ്റിയ സമയം ഉണ്ടെങ്കിൽ വെക്കും, ഇല്ലെങ്കിൽ വെക്കില്ല. അങ്ങനെ ഞാൻ അടുക്കള തട്ടിയടിക്കലും വൃത്തിയാക്കലൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ ആയപ്പോൾ ഗ്യാസിനകത്ത് വെച്ചിട്ട് താളിച്ചെടുക്കുകയാണ് കേട്ടോ. കടുക് വറുക്കുകയാണ് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ മുതിരിൻ്റെ കൂടെ ഇങ്ങനെ കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ചെറുപയറൊക്കെ ഇതുപോലെ വെക്കും, കുമ്പളങ്ങ ഇടയ്ക്കൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കും കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതാ മുതിരയും കുമ്പളങ്ങയും കറി റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ ഇട്ടിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പേരി ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ തൊടിയിൽ കുറേ മുളകുകൾ കായ്ച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ഏട്ടൻ. നമ്മളെ ചീനിമുളക് ഉണ്ടല്ലോ, വെള്ള കളറ് മുളക്, അത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പറിച്ചിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് പറിക്കാനായിട്ട് തൊടിയിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, വാടി നിൽക്കുന്നുണ്ട്. നല്ല ചൂടും വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല വാട്ടമായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മോട്ടർ അടിക്കുമ്പോൾ വെള്ളമൊന്നും ഈ ഭാഗത്തൊന്നും അങ്ങനെ അടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്നെ ഏട്ടൻ ഇങ്ങനെ ചീത്ത പറയും. അപ്പോൾ മോട്ടറൊക്കെ അടിക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് നനച്ച് വിട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വഴക്ക് പറയാറുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ ഇന്നലെ കയ്യിൽ നമ്മൾ പൂരി വറുക്കുന്ന സമയത്ത് ചീനച്ചട്ടി തട്ടിയിട്ട് ഇങ്ങനെ പൊള്ളിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഇന്ന് പണിയെടുക്കുന്ന സമയത്ത് അങ്ങനെ പൊള്ളം അങ്ങനെ പൊട്ടിയിട്ട് എന്ത് നമ്മൾ പണിയെടുത്താലും അതിന് മേലെ തന്നെ തട്ടുകയുള്ളൂ, വേദനയുണ്ട്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മുറിയായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് നമ്മൾ പണിയെടുത്താലും അതിൽ തന്നെ പോയി കൊണ്ട് കുത്തും അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും ഉള്ളൊരു ശീലമാണ്.
അങ്ങനെ മുളകൊക്കെ കൊണ്ടുവന്ന് പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ട് അത് വറുത്തെടുത്തു. അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ജനലിൻ്റെ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പോട് കണ്ടപ്പോൾ വന്നതാണ് കേട്ടോ. ഏട്ടൻ ചെറിയൊരു പോട് കാണുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിയതാണ്. ഭയങ്കര ചെതൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുത്തിയ പാട് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഭാഗം മൊത്തം അങ്ങോട്ട് ഇതായിട്ടുണ്ട്, പോടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സിമെൻ്റൊക്കെ വെച്ചിട്ട് അടച്ചു വിടാമെന്നാണ് പറയണത്. ഈ ഭാഗത്ത് സിമെൻ്റൊക്കെ വെച്ച് അടച്ചു വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പുട്ടി വെക്കുക എന്ന് പറഞ്ഞാൽ മുതലാവില്ല. അത്രയും പുട്ടി അതിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചെറിയ ചെറിയ പോടും പൊത്തൊക്കെ കാണുമ്പോൾ അതിലൊക്കെ പുട്ടി വെച്ച് അടച്ചു വിടും. അങ്ങനെ അതിൻ്റെ മേലെ പെയിൻ്റ് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഏട്ടൻ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് 1 മണിയൊക്കെ ആയപ്പോൾ ചിട്ടിക്കുട്ടി ഇതാ സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. പോകുമ്പോൾ തന്നെ ജലദോഷം ഉണ്ടായിരുന്നു, പിന്നെ ചെറുതായിട്ട് മേല് ചൂടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോഴേക്കും നല്ല ആള് വയ്യാണ്ടായി, പനിയൊക്കെ ഉണ്ട്. വന്നതും അങ്ങോട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് അങ്ങനെ കിടന്നു. പിന്നെ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്തു കേട്ടോ. ഇതിപ്പോൾ പിന്നെ ഒരു 7 മണിയാകുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം അതുവരെ എനിക്ക് നല്ല പണി ഉണ്ടായിരുന്നു. പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വയ്ക്കലും പെയിൻ്റ് അടിക്കുന്ന ആളുടെ ഒപ്പം നമുക്ക് വീട്ടുകാർക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ വീട്ടുകാരെന്നൊക്കെ പറയുമ്പോൾ പെയിൻ്റ് അടിക്കാൻ ആളിനെ വിട്ടിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കില്ലേ. അപ്പോൾ വേറെ ആരുമല്ല, നമ്മുടെ ഏട്ടൻ തന്നെയാണ് കേട്ടോ. പെയിൻറ്റിങ് പണിയും അറിയും ആൾ, സകലകലാ വല്ലഭനാണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്രഭാകരൻ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ, എല്ലാ പണിയും ചെയ്യും. അപ്പോൾ എന്തായാലും ഞാനൊരു 7 മണിയാകുമ്പോൾ അരി ഉഴുന്നൊക്കെ അരയ്ക്കാനായിട്ട് ഇട്ടു. അത് അരച്ചെടുത്ത പിന്നെ ഇതാ ഇവിടെ ഏട്ടൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പെയിൻറ്റിങ് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കാണിച്ചില്ലേ ജനലിൻ്റെ അവിടെയൊക്കെ പോടും പൊത്തൊക്കെ ആയിട്ട്, അതൊക്കെ സിമെൻറ്റ് വെച്ച് അടയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഞാൻ ചാക്കിലാക്കി വെച്ചതൊക്കെ എടുത്ത് നമ്മൾ റാക്കിൽ തന്നെ വെക്കുകയാണ്. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ടും ഏട്ടൻ വൈകുന്നേരം കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ എന്താണ് പെയിൻറ്റ് അടിച്ചുകൊണ്ടേ ഇരുന്നു കേട്ടോ. അതായത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്ക് പറ്റുന്ന പോലെ ഒരു 10-11:30 വരെ ഞങ്ങൾ ശരിക്കും അവിടെ അടുക്കളയിലൊക്കെ ഒന്ന് വൃത്തിയാക്കാനും പെയിൻ്റ് അടിക്കാനൊക്കെ ആയിട്ട് നിന്നു. ഞാനൊന്നും പിന്നെ ചെയ്തില്ലെങ്കിലും ഏട്ടനൊരു കമ്പനിക്ക് ആളെ ഒറ്റയ്ക്ക് ചെയ്യല, അപ്പോൾ ഞാൻ കൂടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ പെയിൻ്റ് അടിക്കുന്നതിൻ്റെ അടുക്കളയിൻ്റെ പെയിൻ്റ് അടിക്കുന്നതും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ 1-2 ദിവസം കഴിഞ്ഞിട്ട് കിച്ചൺ മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ കൂടെ വെക്കാത്തത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ അടുക്കളയിലെ പാത്രങ്ങളൊക്കെ ഒതുക്കി പറക്കി വെച്ച് വീണ്ടും പെയിൻ്റ് അടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. അതുവരയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.